ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവർ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാവരുടെ കുഫറും, കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 തുലാസിൽ വെച്ചാൽ സമസ്തയുടെ കുഫർ കനന്തൂകും. ഇവരുടെ എല്ലാവരുടെ കുഫറും അതിൻ്റെ താഴെയാണ്, ഇവരുടെ കുഫർ അതിൻ്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു, ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കിയല്ലേ, ആയിരക്കണക്കിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് എനിക്കത് സ്ഥാപിക്കാൻ കഴിയും. അതായത് ഫിറൗൻ ഇവരെക്കാൾ മെച്ചമായിരുന്നു, അബൂജഹൽ ഇവരെക്കാൾ മെച്ചമായിരുന്നു. എന്നാൽ അവർക്ക് പോലും സ്വർഗത്ത് പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ അവരെ താഴെയുള്ളവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം അബൂജഹലിനെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാണ്, അബൂജഹലിനൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കേ, അവൻ യുദ്ധബിറുൽ അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അബൂജഹലിനോടൊന്ന് ചോദിക്കേ. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് അബൂജഹലേ? അപ്പൊ അബൂജഹൽ പറയാണ്, മുഹമ്മദേ നമ്മുടെ മേലെ എതിരഭിപ്രായമല്ല, അള്ളയാണ്. ഏതൊരു അള്ളാഹാനാണോ നീ പരിചയപ്പെടുത്തുന്നത്, ആ അള്ളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഏതാ അധ്യായം? 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 31-ാമത്തെ വചനം. അപ്പോൾ ആരാ ലോകം കാന്തപുരത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ആരാ ലോകം നിയന്ത്രിക്കുന്നത്? കാന്തപുരം പറയാണ് CM അടൂരാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് അതായത് ഇതിലൊരു പ്രധാന വശം, അള്ള നീതിമാനല്ലേ, നിങ്ങളെല്ലാവരും വെറുതെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരി. എന്താ അത്? പരലോകം, അബൂജഹലും കാന്തപുരം അബൂബക്കറും നിൽക്കുന്നു. അബൂജഹലിനെ അള്ളാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കും. അബൂജഹൽ തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിനോടൊരു ചോദ്യം, അള്ളാഹുവേ നീ നീതിമാനല്ലേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നോട് നിന്റെ പ്രവാചകൻ ചോദിച്ചപ്പോൾ ഞാൻ നീയാണെന്ന് പറഞ്ഞു, അതിന് നീ സാക്ഷി. കേൾവിയും കാഴ്ച അധീനപ്പെടുത്തി ആരാണെന്ന് നിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്നോട് ചോദിച്ചു, അപ്പോഴും ഞാൻ പറഞ്ഞു നീയാണ്. ജീവാവസ്ഥയിൽ നിന്ന് നിർജീവാവസ്ഥയിലേക്കും നിർജീവാവസ്ഥയിൽ ജീവാവസ്ഥയിലും കൊണ്ടുവരുന്ന ആരാണ് എന്നോട് മുഹമ്മദ് ചോദിച്ചപ്പോൾ അള്ളാഹുവേ എൻ്റെ കൽബിൽ തട്ടി ഞാൻ പറഞ്ഞു അത് നീയാണ്. ഈ അണ്ടകടാകം മുഴുവനും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് നിന്റെ നബി ചോദിച്ചപ്പോഴും അള്ളാഹ് ഞാൻ പറഞ്ഞത് നീയാണ്. എന്നിട്ടും നീ എന്നെ നരകത്തിലിട്ടു. അള്ളാഹുവേ ഈ നിൽക്കുന്ന കാന്തപുരം എന്ന് പറയുന്ന നിന്റെ അടിമ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് ചോദിച്ചപ്പോൾ CM അടവൂരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വർഗത്തിലോ? ഇതെന്ത് നീതിയാണ് അള്ളാന്ന് അബൂജഹൽ ചോദിച്ചാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ മതം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ള ഒന്നാണെന്ന് കരുതിയോ? നിങ്ങളറിയോ, ഞാൻ ഈ അബ്ദുസ്സമദ് അൻവരി കിഴിശ്ശേരി എന്ന് പറയുന്ന ആ ത്രിമൂർത്തികളുണ്ടല്ലോ, ഷിയായിസം കേരളത്തിൽ വേരുറപ്പിക്കാൻ അച്ചാരം വാങ്ങി നടക്കുന്ന ആ അള്ളാഹുവിന്റെ ശത്രുക്കൾ 3 എണ്ണം. അതിലടുത്ത് പറയുന്നത് എന്താ? അനല്ലാ എന്ന് CM അടവൂര് പറഞ്ഞു. അനല്ലാ എന്താണ്? അനല്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നറിയോ? ആലിമാണ് അദ്ദേഹം, അതുകൊണ്ട് തന്നെ ആലിമിന്റെ വാക്കാണത്. അതേ ആളുകൾ എന്താ പറയുന്നത്? ഫിറൗന് പറഞ്ഞു ഫക്കാല അന റബ്ബുക്കുമുല്ലാല. അത് ഫിറൗൻ പറഞ്ഞപ്പോ എന്തേ പറഞ്ഞത്? അത് ലാലിമാണ്. അത് പറഞ്ഞ ഫിറൗൻ ലാലിമും അതേ വാചകം പറഞ്ഞ CM അടവൂര് ആലിമുമാകുന്ന അത്ഭുതത്തിന്റെ പേരെന്താ? എവിടെ നമുക്ക് പാളിച്ച? ഫിറൗന് പരലോകത്ത് വന്നിട്ട് അള്ളാഹിനോട് ചോദിക്കൂലേ, ഫക്കാല അന റബ്ബുക്കുമുല്ലാലാന്ന് ഞാൻ പറഞ്ഞപ്പോ അത് ലാലിമാണ് ഇൽമാണ് എന്ന് നീ പറഞ്ഞു. അതേ വാചകം ചിറ്റടി മീത്തൽ അബൂബക്കർ പറഞ്ഞപ്പോ അത് ഇൽമാണ് എന്ന് പഠിച്ചോനെ സമ്മതിക്കുവോ? ഇല്ല, അള്ളാഹ് ഒരിക്കലും അംഗീകരിക്കില്ല. 2 പേരെയും ഒരേപോലെ നരകത്തിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക, തൗഹീദ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ശിർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശിർക്ക് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു പറയുന്നത് എന്തറിയോ? പടച്ചോൻ പറയുന്നത് ലാ ബുർഹാന ലഹു ബിഹിന, ശിർക്ക് സ്ഥാപിക്കാൻ തെളിവുണ്ടാവില്ല. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ അല്ലെ, ആലോചിച്ചോക്കെ, അതിൽ പറയാണ് എന്ത്? 117-ാമത്തെ വചന, ലാ ബുർഹാന ലഹു ബിഹി, അതിനവർക്ക് യാതൊരു തെളിവുമില്ല. ഏതിന് തെളിവില്ല? അല്ലല്ലാത്തോലെ വിളിച്ചു ദുആ ചെയ്യാൻ അവർക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ തെളിവുണ്ട് എന്ന് പറഞ്ഞാലോ ഉറപ്പിക്കുക, അല്ലാഹ് പറയാ തെളിവില്ല. ഇനി കിതാബുൽ ഹജ്ജിലേക്ക് മടങ്ങിക്കോ, സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജ്, അതിൽ പറയുന്നത് എന്താണ്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു അമാമ ലക. അവരെന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവ് മുഴുവൻ റബ്ബേ നീ കൊടുത്തതാണ്. അതാണ് കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം 21-ാം അധ്യായം 148-ാമത്തെ പേജ് 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, കിതാബുൽ ഹജ്ജിൽ പറയുന്നത് സമസ്ത വിശ്വസിക്കുന്നത് ഈ 3 വിശ്വാസവും ശരിയല്ല. മറിച്ചെന്താണ് അല്ലാഹ് പറയുന്നത്? ഒരു കഴിവും മിസ്കാല ദർറത്ത് കൊടുത്തിട്ടില്ല എന്നാ. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ഫലാ യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. കുല്ലിദുല്ലദീന സഅംതും ഫലാ യംലികൂന
ഫലാ യംലികൂന മിസ്കാല ദർറ ഫലാ യംലികൂന മിസ്കാല ദർറ ഫലാ യംലികൂന മിസ്കാല ദർറ. 34-ാം അധ്യായം സൂറത്ത് സബ 22-ാമത്തെ വചനം. അതിലെന്താ പറയുന്നറിയോ? ലാ യംലികൂന മിസ്കാല ദർറ, അണുമണിത്തൂക്കം, അണുമണിത്തൂക്കം കഴിവ്, ഒരണുക്കഴിവ്. അതായത് നമ്മളൊരു സൂചി കയ്യിലെടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം ഉണ്ടല്ലോ, ഒരു പോയിന്റ്, ഒരു പുള്ളി, അത്ര പോലും കഴിവ് ഒരൗലിയാക്കും മരിച്ചവർക്ക് കൊടുത്തിട്ടില്ലെന്ന് അള്ളാഹ് പറയുന്നു ഖുർആനിൽ. ഒരണുത്തൂക്കം കൊടുത്തിട്ടില്ല എന്നല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് അതല്ലേ? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച എന്താ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നമ്മളെ നയിക്കുന്നു എന്നാ. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നമ്മളെ നയിക്കുന്നു. ആ ഖുർആനിലാ പറയുന്നത് അണുത്തൂക്കം കഴിവ് കൊടുത്തിട്ടില്ല എന്ന്. 17-ാം അധ്യായം 67, 68, 56, 57 വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവര് പോലും അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുന്നവരാണ്. വയർജൂന റഹ്മതഹു, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. വയഖാഫൂന അദാബഹു, അവന്റെ ശിക്ഷ ഭയപ്പെടുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിളിക്കുന്നത് എന്നല്ല ചോദിക്കുകയാണ്.